ഹലോ എവരി വൺ. പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. ബട്ട് ഒന്നാമത് പെൻസിൽ, പേപ്പർ ഇതിൻ്റെയൊക്കെ പ്രൈസ് അതുകൊണ്ടാണ് ഡിജിറ്റൽ ഡ്രോയിങ് തന്നെ ഫോക്കസ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഡ്രോയിങ്ങിൽ ട്രേസിങ്ങിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇനി മുതൽ ഫ്രീ ഹാൻഡ് ഫോക്കസ് ചെയ്യാനും നോക്കും. ബിക്കോസ് എൻ്റെ കയ്യിലൊരു പടക്കുതിരി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഇൻട്രോ. ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഡ്രോയിങ് ടാബ്ലറ്റ് പരിചയപ്പെടുത്താനാണ് ഇന്നും വന്നിരിക്കുന്നത്. ഓൾറെഡി മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ വോയിസിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് ബോയയുടെ മൈക്കിലായിരുന്നു. പക്ഷെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ റൺ ചെയ്തപ്പം റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തിലായിരുന്നു, ഈ ഒരു വീഡിയോ റൺ ആവുന്ന സിസ്റ്റത്തിലായിരുന്നു. പക്ഷെ അതിൽ രണ്ടിലും വീഡിയോന്റെ വോയിസും വന്നു, ഞാൻ പറയുന്ന വോയിസ് മിക്സ് ആയിട്ട് ഒരു ലൗഡ് വോയിസ് ആയിരുന്നു അത്. അപ്പോൾ അതിനൊക്കെ ഏഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാണ് മൊബൈലിൽ തന്നെ ഉള്ള വോയിസ് എടുത്തിട്ട് ആഡ് ചെയ്തത്. അത് നോയ്സ് ഒക്കെ കട്ട് ചെയ്തപ്പോൾ വോയിസ് ഇല്ലാണ്ടായി. ആ ഒരു ഇഷ്യൂ ആണ് വന്നത്. ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല അതിലൊന്നും. കാരണം ഒരുപാട് വീഡിയോസ് എടുത്തിട്ടാണ് ആ ഒരു വീഡിയോ ഒന്ന് കിട്ടിയത്. അപ്പം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തത്. അങ്ങനെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് HUION എന്ന ബ്രാൻഡിന്റെ ഒരു ഗ്രാഫിക് ടാബ്ലറ്റ് ആണ്. അത് മോണിറ്റർ എന്ന സ്ക്രീൻ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയ വെറും ബോർഡ് മാത്രമായിരുന്നു, ഒരു ബ്ലാക്ക് ബോർഡ്. നമുക്ക് സ്ക്രീന് വേറൊന്നും വേണമായിരുന്നു. നമ്മൾ ഇതിൽ പെന്ന് വെച്ച് വരക്കുക, പ്രഷർ അഡ്ജസ്റ്റ് ചെയ്ത് വരക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. നമുക്കിവിടെ സ്ക്രീൻ കണ്ടുകൊണ്ട് തന്നെ സ്ക്രീനിൽ പെന്ന് യൂസ് ചെയ്ത് വരക്കാം. ഒരു പേപ്പറും പെൻസിലും എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ബോക്സ് ഡിസൈനിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സ്റ്റാൻഡേർഡ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്രാഫിക് ടാബ്ലറ്റ്. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 16.7 മില്യൺ കളേഴ്സ് ആൻഡ് 120% sRGB വൈഡ് ഗാമറ്റാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫുൾ ലാമിനേറ്റഡ് IPS സ്ക്രീനാണ്. ആൻറ്റി ഗ്ലെയർ സ്ക്രീൻ പ്രൊട്ടക്ഷനും നൽകിയിരിക്കുന്നുണ്ട്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ വലതുവശത്തായി HUION എന്ന് എഴുതിയിട്ട് കാണാൻ പറ്റും. അതുപോലെ ഇടതുവശത്തായി ടോപ്പിൽ പവർ ബട്ടണും താഴ്ഭാഗത്ത് കീയും ആണ്. അതുപോലെ ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസ് ആയാലും മാക് ആയാലും വിൻഡോസ് ആയാലും എല്ലാത്തിലും നമുക്കിത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണിൽ ഇത് കണക്ട് ചെയ്യാന്നുള്ളതാണ് ഒന്നുകൂടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതുപോലെ ഇത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മൊബൈലായിട്ട് കണക്ട് ചെയ്യേണ്ട ടൈപ്പ് C to ടൈപ്പ് C കേബിൾ ഇതിൽ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ ഇതിലും നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിന്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഇതിന് യൂസ് ചെയ്യാൻ. എന്നാൽ ഈ ഒരു പെന്നൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിക് ടാബ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ പവർ സേവിംഗ് മോഡ് എന്നിട്ട് ഓഫായി കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് എന്താണ് ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. ഓൾറെഡി യൂട്യൂബിലൊക്കെ ഈ ഒരു ക്യാൻവാസ് 13 LCD, 12 LCD, 13 Pro LCD ഇതിനൊക്കെ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നതായിട്ട് ഒരുപാട് വീഡിയോസ് അതിൽ കണ്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു വന്നത് വാങ്ങിയ പാട് തന്നെ ഇത് കിട്ടുന്നില്ലെന്നുള്ള ഇഷ്യൂവിൽ ഇരിക്കേണ്ട. കുറച്ച് സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കണക്ട് ആവും. ഈ ഒരു ടാബ്ലറ്റ് ഒരു സെക്കൻഡറി മോണിറ്ററായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇനി ഇതിൻ്റെ ഡിജിറ്റൽ പെന്നിലേക്ക് വരാം. ഇതൊരു ബാറ്ററി ഫ്രീ പെന്നാണ്. ടെക് 3.0 എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ സ്റ്റൈലസ് PW517 എന്നാണ് ഇതിൻ്റെ നെയിം എന്ന് തോന്നുന്നു, ന്യൂവെസ്റ്റ്. ഇതിൻ്റെ പ്രഷർ ലെവൽ എന്ന് പറയുന്നത് 8192 ആണ്. ടിൽറ്റ് ഫംഗ്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ റീപ്ലേസബിൾ നിബും അത് അടങ്ങുന്ന ഒരു ബോക്സും ഈ നിബ് റിമൂവ് ചെയ്യുന്ന ക്ലിപ്പും ലഭിക്കുന്നുണ്ട്. ഈ ഒരു ടാബ്ലറ്റും PC ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-in-1 കേബിൾ യൂസ് ചെയ്തിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഇതിൽ നമുക്കൊരു HDMI കേബിളും 2 USB കേബിളും നൽകിയതായിട്ട് കാണാം. അതിനകത്ത് ടൈപ്പ് C കേബിളാണ് നമുക്ക് എൻഡിങ്ങിൽ വരിക. ആ ടൈപ്പ് C കേബിളായിരിക്കണം ടാബിനകത്തേക്ക് കണക്ട് ചെയ്യേണ്ടത്.
അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ ബോക്സിനകത്ത് ക്ലീനിങ് ക്ലോത്ത് വെച്ചതായിട്ട് കാണാം, ഗ്ലൗസ് നൽകിയതായിട്ടും കാണാം. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റാൻഡ്, ഈ ഒരു ടാബ്ലറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാവുന്നതാണ്. അത് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റിൽ നമുക്ക് ഒരുപാട് കീസ് കാണാൻ പറ്റും. അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോട്ടോഷോപ്പ് ആണ്, അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ ആണ്, ഐബിസ് പെയിന്റ് ആണ്, സ്കെച്ച് ബുക്ക് ആണ്, അപ്പോൾ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് അനുയോജ്യമായിട്ടുള്ള ഷോർട്ട് കീ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെന്ന്, ഞാൻ പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക. നമ്മുടെ പ്രൊസസ്സറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു പെന്നിൻ്റെ അകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒന്നിക്ക മൗസിന്റെ റൈറ്റും ലെഫ്റ്റും ഒക്കെ വെക്കാം. നമുക്കൊരു മൗസിന്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് മൗസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീൻ ഓഫ് ആക്കി വെച്ചിട്ട് മുന്നേ കാണിച്ച ഗ്രാഫിക് ടാബ്ലറ്റ് അതുപോലെ തന്നെ യൂസ് ചെയ്യാനും പറ്റും. ഓൾറെഡി എനിക്ക് വർക്ക് വരുന്നത് മൊത്തം ഡിജിറ്റലാണ്. പെൻസിൽ ഡ്രോയിങ് ഞാൻ അധികം ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഡിജിറ്റലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ എനിക്ക് ഡിജിറ്റൽ മേഖല തന്നെ തുടരാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാഫിക് ഡിസൈനിങ് മേഖല വരെ എടുത്തത്. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഈ ഒരു ടാബ്ലറ്റ് എടുക്കുന്നതിന് ഉദ്ദേശം എനിക്ക് ഒന്ന് പ്രസിഡന്റ് ലിസ്റ്റ് ചെയ്ത് വരക്കണം. അപ്പോൾ അത് ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരക്കാൻ വേണം. അപ്പോൾ എനിക്ക് ഐപാഡിലേക്ക് പോകാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഐപാഡിൽ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർ എന്നാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സോഫ്റ്റ്വെയർ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ട് ഒരു മാസം ഞാനിപ്പം ഇതുവരെ ടാബും മൊബൈലും കൊണ്ട് യൂസ് ചെയ്തത് മൊത്തം ഞാനിപ്പോൾ ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ എനിക്കിപ്പോൾ മൊബൈലും ടാബിന്റെ ആവശ്യമില്ലാതെ ഇരിക്കും. ടാബൊക്കെ ഇപ്പോൾ ജസ്റ്റും സിനിമ ആണെന്നുള്ള രീതിയിൽ മാത്രം മാറിയിരിക്കുകയാണ്. അതുപോലെ എനിക്ക് ഇതിൽ നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് അർജന്റ് കേസ് പുറത്തേക്ക് പോയിട്ടൊക്കെ വരക്കാനാണെങ്കിൽ അത് നമുക്ക് ഇതിൽ നടക്കില്ല. അത് നമുക്ക് ഐപാഡ്, ആൻഡ്രോയിഡ് ടാബ്ലറ്റ് അതൊക്കെ നടക്കും. ഇതിൻ്റെ അകത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിത് വയർ വെച്ച് കണക്ട് ചെയ്യണം, ഏതെങ്കിലും ഡിവൈസ് നമുക്ക് ഇതിൽ കണക്ട് ആയിരിക്കണം. ആ ഒരു ഇഷ്യൂ ആണ് ഇതിൽ എനിക്ക് മെയിനായിട്ട് ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വരക്കുന്ന നേരം പുറത്ത് പോയിട്ട് എന്തെങ്കിലും ലൈവ് സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഇഷ്യൂ വരുന്നത്. അല്ലാത്ത പക്ഷം എല്ലാം ഇവിടെ നിന്നിട്ടാണ്. ഇതിപ്പോൾ പുറത്തുള്ള വർക്ക് അയച്ചിട്ട് എല്ലാമേ ഇതിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.